കേരളത്തിന്റെ പകുതി മാത്രം മണ്ഡലങ്ങളെ ഡൽഹിയിലുള്ളൂ. പക്ഷേ ആ 70 മണ്ഡലങ്ങളും 9 സ്വഭാവ സവിശേഷതകളുള്ളവയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഒഴികെ തീർത്തും ഭിന്ന വിധികളാണ് ഈ മേഖലകളിൽ നിന്നുണ്ടായതെല്ലാം. അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി ഉൾപ്പെടുന്ന മേഖല ഇന്ത്യയിൽ അർബനൈസേഷൻ അഥവാ നഗരവത്കരണം ഏറ്റവും അധികമെത്തിയ പ്രദേശമാണ്. ജനസംഘകാലം മുതൽ ഹിന്ദുത്വയുടെ പ്രഖ്യാപിത ഭൂമി. അവിടെയാണ് 2013-ലും 2015-ലും 2020-ലും ആം ആദ്മി പാർട്ടി ഉജ്ജ്വല വിജയം നേടിയത്. ന്യൂഡൽഹി പിടിച്ചാൽ ഡൽഹി കിട്ടി എന്നാണ് ചൊല്ല് തന്നെ. ഗ്രേറ്റർ കൈലാസ്, ജംഗ്പുര, കസ്തൂർബ നഗർ, മാളവ്യ നഗർ, ഓഖ്ല മണ്ഡലങ്ങളും ഈ മേഖലയിലാണ്. മലയാളികൾ നിരവധിയുള്ള ആർ.കെ. പുരവും ഇവിടെ തന്നെ. ഇത്തവണ BJP ഏറ്റവും ശക്തമായ പ്രചാരണം നടത്തുന്നതും ന്യൂഡൽഹി മേഖല കേന്ദ്രീകരിച്ചാണ്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ 7 മണ്ഡലങ്ങൾ, സൗത്തിൽ 2, നോർത്ത് വെസ്റ്റിൽ 1, ഇത്രയും മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് പ്രതീക്ഷ. ഇവ കോൺഗ്രസ് പിടിച്ചാൽ കഷ്ടത്തിലാകുന്നത് ആം ആദ്മി പാർട്ടിയായിരിക്കും. ബാബർപൂർ, ഖോണ്ട, കർവാൾ നഗർ, മുസ്തഫാബാദ്, സീലാംപൂർ, സീമാപുരി ഈ മണ്ഡലങ്ങളെല്ലാം നോർത്ത് ഈസ്റ്റ് മേഖലയിലാണ്. 40% വരെ മുസ്ലിം വോട്ടർമാരുള്ള സ്ഥലം. BJPയെ തടയാൻ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തവരാണ് ഏറെയും. കെജ്രിവാൾ സനാതന ധർമ്മരക്ഷ പ്രഖ്യാപിച്ചതോടെ ഇവർ കോൺഗ്രസിലേക്ക് തിരിയുമോ എന്നതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി പ്രചാരണം തുടങ്ങിയതും ഇവിടെയാണ്. നോർത്ത് വെസ്റ്റിലെ സുൽത്താൻപൂർ, സൗത്തിലെ അംബേദ്കർ നഗർ, തുഗ്ലക്കാബാദ് തുടങ്ങിയവയും കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നു. കോൺഗ്രസ് ഇത്തവണ നേട്ടമുണ്ടാക്കിയാൽ ക്ഷീണം ആം ആദ്മി പാർട്ടിക്കായിരിക്കും. BJP പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു നീക്കമാണ്. കോൺഗ്രസിനെ വളർത്തി ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യം BJPയുടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ റാലികളിൽ വരെ കാണാം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.